ഇന്ന് ബീട്രൂട്ട് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. അതിനായിട്ട് മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ഒരു ചെറിയ സവാളയുടെ പകുതിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് 1/2 കപ്പ് ചിരവിയ തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇത് വെന്തിട്ടുള്ള ബീട്രൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് കൂടി അടച്ച് വെക്കാം. ഇനി മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ടയിലേക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും 2 നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബീട്രൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയാൽ ഒരു അടിപൊളി കൂട്ടാൻ റെഡിയായേ.